ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ പുരോഗമിക്കുകയാണ്. കാര്യമായ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. അവർക്ക് സുഖ ദർശനം സാധ്യമാകുന്നുണ്ട്. ചിങ്ങമാസ മുന്നൊരുക്കങ്ങളും ശബരിമലയിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, സ്വാമി ശരണം. എന്തായാലും ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അത്ര തിരക്ക് ഇല്ല എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. എത്രത്തോളമാണ് ഇന്നത്തെ തിരക്ക്? ഒപ്പം തന്നെ ഈ പുലരിയിൽ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെ? സ്വാമി ശരണം, എന്തായാലും ചിങ്ങമാസ പൂജകളുടെ മൂന്നാം ദിവസം ഇന്ന് ശബരിമലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാര്യമായിട്ടുള്ള ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു തിരക്കുള്ളത്. 18 പടിക്ക് താഴെ കാര്യമായിട്ട് തിരക്കിലേക്ക് സന്നിധാനം മാറിയിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും വളരെ ഭംഗിയായിട്ട് അയ്യപ്പനെ കണ്ടു തൊഴുത് മടങ്ങുവാനായിട്ടുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ ചെറിയ മഴയുടെ ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തീർത്ഥാടനത്തിന് മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തീർത്ഥാടകർക്ക് മലകയറ്റം അടക്കം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ശബരിമലയിൽ വൃശ്ചിക മാസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും ഇതിനോടകം ആരംഭിച്ചിട്ടുള്ളതായിട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ട ചർച്ചകളും അവലോകന യോഗങ്ങളും ഒക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും പ്രാരംഭിക നടപടികൾക്കും ആരംഭമായിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി വൃശ്ചിക മാസത്തിന് ഏതാനും മാസങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കൂടി ശബരിമലയും പരിസര പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അധികൃതരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. എന്തായാലും ചിങ്ങമാസ പൂജകളിൽ തുടങ്ങി ഇപ്പോൾ മൂന്നാം ദിവസമായി. ആദ്യ ദിവസം മുതൽ തന്നെ ഒരു വലിയ ഭക്തജന തിരക്ക് എന്നുള്ള രീതിയിലേക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എങ്കിൽ പോലും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇതിനോടകം തന്നെ ശബരീശ ദർശനം ഈ 3 ദിവസങ്ങളിലായിട്ട് നടത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസങ്ങൾ കൂടിയാണ് ശബരിമല ക്ഷേത്രനട ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി തുറന്നിരിക്കുക. 21 രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെയാണ് സഹസ്ര കലശ പൂജ നടക്കുന്നുണ്ടാവുക. മറ്റന്നാൾ സഹസ്ര കലശാഭിഷേകവും നടക്കും. മറ്റന്നാൾ രാത്രി 10 മണിക്കാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത്. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം തിരുവോണവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടി 24-ാം തീയതി വൈകിട്ട് വീണ്ടും ശബരിമല ക്ഷേത്ര നട തുറക്കും. 28-ാം തീയതി ആയിരിക്കും ഓണപൂജകൾ കൂടി പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടയ്ക്കുന്നുണ്ടാവുക. എന്തായാലും വളരെ സുഗമമായിട്ടുള്ള തീർത്ഥാടനം ഈ ചിങ്ങമാസ കാലയളവിൽ തീർത്ഥാടകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. രാഖി, എന്തായാലും ഈ വരും ദിവസങ്ങളിൽ പക്ഷേ ആ തിരക്കിങ്ങനെ കൂടിക്കൂടി വരും എന്നുള്ളത് തന്നെയാണ്.